ആകുല ചിന്തയെ അതിജീവിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 6:12 മുതൽ 20 വരെ. ചിന്തയ്ക്കായിട്ട് 20-ാം വാക്യം. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ആകുല ചിന്ത വിട്ടുമാറാത്ത ഒരു രോഗമായി തീരാറുണ്ട് ചിലർക്ക്. ആപത്തുകൾ തങ്ങളെ വലയം ചെയ്തിരിക്കുന്നു എന്ന വിചാരത്തിന് അവർ എപ്പോഴും അടിമപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇന്ന വിപത്താണ് തങ്ങളെ സമീപിച്ചിരിക്കുന്നതെന്ന് പറയാനൊട്ട് കഴിഞ്ഞില്ലെന്നും വരും. ഇത്തരം ആപൽ ശങ്കാധീനർക്ക് മനസ്സമാധാനവും സ്വസ്ഥതയും ഉണ്ടായിരിക്കുകയില്ലല്ലോ. ഡോക്ടർ വിൻസെൻ്റ് പീൽ ഇങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ കഥ ഉദ്ധരിച്ചിട്ടുള്ളത് ശ്രദ്ധേയമാണ്. 50 കഴിഞ്ഞ ആ വനിത ആകുല ചിന്തയുടെയും ജീവിത നൈരാശ്യത്തിൻ്റെയും ആഘാതമേറ്റ് തളർന്നിരുന്നു. ഇന്ന് എന്നെ എന്തൊക്കെ അഗ്നിപരീക്ഷകളാണ് ഉണ്ടാവുക എന്ന ചിന്താഭാരത്തോടെ കൂടിയാണ് ഓരോ ദിവസവും ആരംഭിക്കുക. ഓരോ നിമിഷവും തള്ളി നീക്കുന്നതും അങ്ങനെ തന്നെയായിരുന്നു. തൻ്റെ ഭർത്താവിൻ്റെയും കുഞ്ഞുങ്ങളുടെയും ജീവിതം കൂടി താൻ നശിപ്പിച്ചു എന്ന് അവർ ഒരിക്കൽ നിരുത്കണ്ഠയായി പറയുകയുണ്ടായി. സ്വന്തം കുഞ്ഞുങ്ങളെ കൂടി അവർ വെറുത്തു. ദൈവം പോലും തന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് അവർ വിചാരിച്ചു. എന്നാൽ വാസ്തവത്തിൽ ഇപ്രകാരം ഒരവസ്ഥയിൽ അവരെ എത്തിച്ചത് മനഃശാസ്ത്രപരമായ ചില സാഹചര്യങ്ങൾ മാത്രമായിരുന്നു. ഒരു ഡോക്ടറുടെ മകളായിരുന്നു അവർ. സ്വപിതാവിനോട് അത്യധികമായി അടുപ്പമുണ്ടായിരുന്നു അവർക്ക്. പിതാവിനെ പോലെ ഒരു ഡോക്ടർ ആകാനാണ് അവർ അഭിലഷിച്ചിരുന്നത്. എന്നാൽ പിതാവ് ഒരു ദിവസം അന്തരിച്ചു. അന്ന് അവർക്ക് 15 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. മുത്തശ്ശിയാണ് പിന്നീട് വളർത്തിയത്. പക്ഷേ ഒരു ഡോക്ടർ ആകണമെന്ന തൻ്റെ ആഗ്രഹത്തെ മുത്തശ്ശി മാനിച്ചില്ല. ഏതാനും വർഷങ്ങൾക്ക് ശേഷം അവർ വിവാഹം കഴിപ്പിച്ചു. 3 കുട്ടികളുണ്ടായി. അതിനുശേഷമാണ് അവർ കടുത്ത ജീവിത നൈരാശ്യത്തിൽ എത്തിച്ചേർന്നത്. തൻ്റെ ജീവിത അഭിലാഷം സാധിക്കാതെ പോയതായിരുന്നു അവരുടെ അസ്വസ്ഥതയ്ക്ക് കാരണം. ഭർത്താവും കുഞ്ഞുങ്ങളുമാണ് തൻ്റെ വഴി മുട്ടിച്ചതെന്ന് അവർ കരുതി. അതുകൊണ്ട് അവർ അവരെ വെറുത്തു. ഭർത്താവിനോടും മക്കളോടുമുള്ള കടപ്പാട് നിറവേറ്റാത്ത അതിനെക്കുറിച്ചുള്ള കുറ്റബോധവും അവരെ ഭജിച്ചിരുന്നു. അങ്ങനെ ആകുല ചിന്തയുടെയും നൈരാശ്യത്തിൻ്റെയും കുറ്റബോധത്തിൻ്റെയും സമ്മർദ്ദം മൂലം അവർ ആകെ തളർന്നിരുന്നു. ആത്മവിമർശനം നടത്തേണ്ട ആവശ്യമില്ലെന്നും പ്രശ്നങ്ങളെ ഭൗതികമായി സമീപിക്കുന്നതുകൊണ്ട് നൈരാശ്യബോധത്തിൽ നിന്നുള്ള വിടുതൽ ലഭിക്കുകയില്ലെന്നും അവരെ ചികിത്സിച്ച മനഃശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു. തന്നെയും തൻ്റെ കുടുംബത്തെയും ചൊല്ലിയുള്ള വിഷാദാത്മകമായ ചിന്തകൾ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ദർശനത്തെക്കുറിച്ചുള്ള മറിച്ചു കളയുന്നു എന്ന് അവർ പിന്നീട് മനസ്സിലാക്കി. വിഷാദമുഖയായും ആകുലചിത്തയായും കഴിയുന്നവർ ദൈവത്തെ ജീവിതത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് ഇരുളടഞ്ഞ പുറവാതിലേക്ക് നീക്കി നിർത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പ്രശ്നങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന കേന്ദ്രസ്ഥാനത്ത് ദൈവത്തെ പ്രതിഷ്ഠിക്കാതെ നമ്മെ തളർത്തുന്ന ചിന്താഭാരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയുകയില്ല. ദൈവത്തിൽ പ്രത്യാശ ഉറപ്പിക്കാൻ പരിശീലിക്കുക. അതുമാത്രമാണ് നമ്മുടെ വൈകാരികമായ എല്ലാ വൈഷമ്യങ്ങൾക്കുമുള്ള നീക്കുപോക്ക്. ഓർക്കണമേ, ഹൃദയത്തിൻ്റെ വ്യത്യാസമനുസരിച്ച് ഫലത്തിന് വ്യത്യാസമുണ്ടാകും. മത്തായി എഴുതിയ സുവിശേഷം 11:28. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസ്.